എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സിലെ എക്സാം ഓറിയന്റേഷനിലെ രണ്ടാമത്തെ ക്ലാസ് ആണ്. യൂണിറ്റ് 2-ൽ നിന്ന് ഏതൊക്കെയാണ് നമ്മൾ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾ നന്നായി ഫോക്കസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ ആദ്യം നമുക്ക് ഈ യൂണിറ്റിൻ്റെ സിലബസ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഏതൊക്കെ കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. തെർമൽ സെൻസേഴ്സ്, അതേപോലെ തെർമിസ്റ്റർ, ദെൻ തെർമോ കപ്പിൾ. അങ്ങനെ പ്രധാനമായിട്ട് നമ്മൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ചെറിയൊരു യൂണിറ്റ് ആണ്. ഇപ്പോൾ തെർമൽ സെൻസർ, അതിൽ RTD അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, തെർമിസ്റ്റർ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, തെർമോ കപ്പിൾ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, കുറച്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെയാണ് ഇതിൽ നിന്ന് സാധാരണയായി ചോദിക്കാറുള്ളത്. ചെറിയൊരു യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം കഴിഞ്ഞ വർഷം ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് നോക്കാം. ആദ്യം 2 മാർക്കിന്റെ ചോദ്യങ്ങൾ ഏതൊക്കെ വന്നതെന്നുള്ളത് നോക്കാം. ഇപ്പൊ നവംബർ 2023 കഴിഞ്ഞ വർഷം നടന്ന എക്സാമിൽ 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. RTDs ആർ കോമൺലി മെയ്ഡ് ഓഫ് ഡോപ്ഡ് പ്ലാറ്റിനം. വൈ? എന്തുകൊണ്ട് ഡോപ്ഡ് പ്ലാറ്റിനം കൊണ്ട് RTD സാധാരണയായി മെയ്ഡ് ചെയ്യുന്നു എന്നുള്ളതാണ് 2 മാർക്കിന് ചോദിച്ചു. RTDയുടെ ചോദ്യങ്ങൾ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് IR സെൻസേഴ്സ്. ഓക്കെ, IR സെൻസറിന്റെ ടൈപ്സ് ഏതൊക്കെയാണ് എന്നുള്ളതും ചോദിച്ചു. ഇതും സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഇതേ ചോദ്യം വേറെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റും. ദെൻ ഡ്രോ ദ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഗ്രാഫ് ഓഫ് എ തെർമിസ്റ്റർ. തെർമിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി ചോദിച്ചു. ഓക്കെ, അത്രയും ചോദ്യങ്ങളാണ്. അതായത് 6 മാർക്കിന്റെ ചോദ്യങ്ങൾ, 2 മാർക്കിന്റെ ചോദ്യങ്ങൾ 3 ചോദിച്ചു. അപ്പോൾ ടോട്ടൽ 6 മാർക്കിന് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് കഴിഞ്ഞ വർഷം ചോദിച്ചു. ഇനി അതിന്റെ തൊട്ട മുമ്പത്തെ വർഷം നോക്കുകയാണെങ്കിൽ ഹൗ ഡസ് ആൻ RTD വർക്ക്, RTDയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാന്നുള്ളത് 2 മാർക്കിന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ആദ്യം RTDയുടെ ഒരു ചോദ്യം ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലും RTDയുടെ ഒരു ചോദ്യം ഉണ്ട്. ദെൻ വാട്ട് ഈസ് എ തെർമിസ്റ്റർ, വാട്ട് ഈസ് ഇറ്റ് യൂസ്ഡ് ഫോർ. അപ്പൊ ഇവിടെ തെർമിസ്റ്ററിന്റെ ചോദ്യം നമ്മൾ 2023 നിങ്ങൾ നോക്കുന്നതാണ്. ഡ്രോ ദ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഗ്രാഫ്. ഇവിടെ എന്തുണ്ട്? വാട്ട് ഈസ് തെർമിസ്റ്റർ, വാട്ട് ഈസ് എ തെർമിസ്റ്റർ, എന്താണ് അതിന്റെ യൂസ്. ഓക്കെ, 2 മാർക്കിന് എഴുതാം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളല്ലേ. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് IR സെൻസേഴ്സ്. നിങ്ങൾ നോക്ക്, IR സെൻസർ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. കണ്ടോ, 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരേ ചോദ്യം വെച്ച്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് IR സെൻസേഴ്സ്. ഓക്കെ, ഇങ്ങനെ 6 ഇതേപോലെ 2023-ലും 22-ലും ഒരേപോലെ വെച്ചു. മീൻസ് 6 മാർക്കിന്റെ ചോദ്യങ്ങൾ, ടോട്ടൽ 3 ചോദ്യങ്ങളാണ്, 2 മാർക്ക് വീതം ഓരോ ക്വസ്റ്റ്യൻസ്. അങ്ങനെയുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് 2022-ലും ചോദിച്ചിട്ടുള്ളത്. 2021-ലേക്ക് വന്നാൽ അവിടെ 3 ചോദ്യങ്ങളാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തെർമിസ്റ്റേഴ്സ്, എക്സ്പ്ലെയിൻ. അതും റിപ്പീറ്റഡ് അല്ലേ. നിങ്ങൾ നോക്ക്, തെർമിസ്റ്റർ ഇവിടെ ചോദിച്ചില്ലേ, വാട്ട് ഈസ് എ തെർമിസ്റ്റർ, വാട്ട് ഈസ് ഇറ്റ് യൂസ്ഡ് ഫോർ. അതേപോലെ തെർമിസ്റ്ററിന്റെ ചോദ്യം വീണ്ടും 2021-ലും ചോദിച്ചു. ഡിഫറെന്റ് ടൈപ്സ് ആ ചോദിച്ചത്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. 2 മാർക്കിനാ ചോദിച്ചത്. അപ്പൊ ആ രീതിയിൽ മതി. ദെൻ വാട്ട് ഈസ് ആൻ RTD. RTDയുടെ ചോദ്യം 3 ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. ഒരു സമയത്ത് എന്തുകൊണ്ടാണ് അത് ഡോപ്ഡ് പ്ലാറ്റിനം കൊണ്ട് നിർമ്മിക്കുന്നതെന്നാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. ഒന്നിലുള്ളത് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഹൗ ഡസ് ആൻ RTD വർക്ക് എന്നാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇതിലെന്താണ് വാട്ട് ഈസ് ആൻ RTD, വാട്ട് ഈസ് ഇറ്റ്സ് ബേസിക് പ്രിൻസിപ്പിൾ. സെയിം തന്നെ എഴുതിയാൽ മതി. ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ അതിന്റെ വർക്കിംഗ് തന്നെ എഴുതിയാൽ മതി, വർക്കിംഗ് പ്രിൻസിപ്പിൾ എഴുതിയാൽ മതി. ഓക്കെ, വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദ IR സെൻസർ. അപ്പൊ IR സെൻസറിന്റെ ചോദ്യം 3 ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. RTDയുടെ ചോദ്യം 3 ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. തെർമിസ്റ്റേഴ്സിന്റെ ചോദ്യം 2 ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് അല്ലെ. തെർമിസ്റ്റേഴ്സ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട്, 3 ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്, തെർമിസ്റ്റർ ഉണ്ട്. ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറിലും തെർമിസ്റ്റർ ഉണ്ട്, IR സെൻസർ ഉണ്ട്, RTD ഉണ്ട്. 2 മാർക്കിന്റെ ചോദ്യങ്ങൾ ഇത് 3ആണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നത്. അതായത് സെൻസർ വന്നതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇതാണ് കാണുന്നത്. അപ്പൊ അത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ഓക്കെ, ദെൻ 5 മാർക്കിന്റെ ചോദ്യങ്ങൾ നോക്കാം നമുക്ക്. 5 മാർക്കിന്റെ ചോദ്യം നവംബർ കഴിഞ്ഞ വർഷം നടന്നതിൽ, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തെർമോ കപ്പിൾസ് ബേസ്ഡ് ഓൺ ദ മെറ്റീരിയൽ. ഏതൊക്കെയാണ് മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ദെൻ ആ ഒരൊറ്റ ചോദ്യമുള്ളൂ 5 മാർക്കിന് ഈ യൂണിറ്റിൽ നിന്ന് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളൂ. ദെൻ 2022-ൽ ഇതേപോലെ ഒരു ചോദ്യമാണുള്ളത്, എക്സ്പ്ലെയിൻ ദ തെർമിസ്റ്റർ. അപ്പൊ ഒരു സമയത്ത് തെർമോ കപ്പിൾ, ഒരു സമയത്ത് തെർമിസ്റ്റർ, 2 പ്രധാനമായിട്ട്, തെർമോ കപ്പിളും തെർമിസ്റ്ററും. അതിങ്ങനെ മാറ്റി മാറ്റി ചോദിക്കുക എന്നുള്ളതാണ്. ദെൻ നവംബർ 2021-ൽ എക്സ്പ്ലെയിൻ ദ മെഷർമെന്റ് ഓഫ് ടെമ്പറേച്ചർ യൂസിങ് എ തെർമോ കപ്പിൾ വിത്ത് എ ഡയഗ്രാം. അവിടെയും തെർമോ കപ്പിളിന്റെ ചോദ്യം ചോദിച്ചു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 5 മാർക്കിന്റെ ചോദ്യം ഓരോന്നാണ് ഓരോ വർഷവും ചോദിക്കുന്നത്. അത് ഒന്നുകിൽ തെർമോ കപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ തെർമിസ്റ്റർ ആയിരിക്കും. അങ്ങനെയാണ് പൊതുവെ കാണുന്നത്.
ഇനി 10 മാർക്കിന്റെ ചോദ്യം കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ആൻഡ് വർക്കിംഗ് ഓഫ് ദ തെർമിസ്റ്റർ. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തെർമിസ്റ്റേഴ്സ്, ഗീവ് ദ ആപ്ലിക്കേഷൻസ് ഓഫ് തെർമിസ്റ്റർ. 10 മാർക്കിന് ചോദിച്ചു. തെർമിസ്റ്റർ ഡീറ്റെയിൽ ആയി പഠിക്കാം. അപ്പൊ അത് 5 മാർക്കിന് ചോദിക്കുന്നുണ്ട്, 10 മാർക്കിന് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ആയിട്ട് അത് തെർമിസ്റ്റർ ചോദിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അതേപോലെ തെർമോകപ്പിളും with a neat diagram explain the construction, principle and working of a thermocouple. What are its applications? അപ്പൊ തെർമിസ്റ്റർ, തെർമോകപ്പിൾ അത് ഡീറ്റെയിൽ ആയി പഠിച്ചാൽ ഓക്കെ 5 മാർക്കിന്റെയും 10 മാർക്കിന്റെയും അതിൽ നിന്ന് നമുക്ക് ഓൾമോസ്റ്റ് വരും എന്നുള്ള ഒരു സാധ്യത പറയാൻ പറ്റും. പിന്നെ RTDയും അതേപോലെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അതിലും തെർമോകപ്പിളും തെർമിസ്റ്ററും ഒക്കെ തന്നെയാണ് 2 മാർക്കിനും ചോദിക്കുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ നന്നായി നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ 2 മാർക്കിനോ 5 മാർക്കിനോ 10 മാർക്കിനോ ഒക്കെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ്. അപ്പൊ ഏകദേശം ഒരു 20 മാർക്ക് വരെ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ 10 മാർക്ക് 11 മാർക്ക് ആയിട്ടുണ്ട്. അതായത് 11ന്റെയും അല്ലെ 10ന്റെയും 20ന്റെയും ഇടയിലുള്ള മാർക്കിന് നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്ന് ടോട്ടൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഒരു 10 മാർക്കിന്റെ ചോദ്യവും ഒരു 5 മാർക്കിന്റെ ചോദ്യവും 3 2 മാർക്കിന്റെ ചോദ്യങ്ങളും ഈ രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇതിന്റെ മെറ്റീരിയൽ ആവശ്യമുള്ളവർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ആ ഒരു ലിങ്കിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ തരാം. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള PDF കളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.